അങ്ങനെ 18ാമത്തെ ദിവസം ഞങ്ങൾ സിക്കിം ഒരു ദിവസം കറങ്ങി തിരിച്ചു പോവാണ്. ആൻഡ് വൺ മോർ തിങ്, ഹീസ് എ റൈഡർ ഓൾസോ. നമ്മളിടയ്ക്ക് വെച്ചൊന്ന് കളർ മാറ്റി, ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്ക് ആക്കി. നല്ല വെള്ളം, ഹിമാലയത്തിൽ നിന്നൊക്കെ വരുന്ന വെള്ളമല്ല, നല്ല വെള്ളം വരുന്ന സമയത്ത് കുത്തി ഒഴുകി ഇവിടെ എല്ലാം നിരന്ന് വരുന്നതായിരിക്കും. ഇത് അടുത്ത ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നേരെ അങ്ങോട്ടും കുഴി, നേരെ ഇതാ ഇങ്ങോട്ടും കുഴിയാണ്. ഇതുണ്ടോ? ഹലോ ഹലോ, സ്കൂൾ സാറേ. ഹായ്. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, അബദ്ധത്തിൽ പോലും ഞാനൊരു എക്സ്പേർട്ട് ഡ്രൈവറാന്നുള്ള ഒരു അവകാശവാദത്തിൽ പറയല്ല, പെർഫെക്റ്റ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഈ വഴിക്ക് വന്നു പോയെങ്കിൽ തിരിച്ചു വിട്ടണം. എൻ്റെ അമ്മോ, അയ്യോ, വണ്ടി ഒന്നും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനക്കില്ല. നാളെ പോകാൻ നേരത്ത് നേരെ ഗൂഗിൾ മാപ്പ് ഇടുക, സിലിഗുരി, ഒറ്റ പോക്ക്, വേറെ ഒന്നുമില്ല. താഴെ ഒരു ടാക്സിക്കാരനോട് ചോദിച്ചായിരുന്നു ഇങ്ങോട്ടുള്ള റൂട്ട് ഡാർജിലിംഗ് ഇതല്ലേ? യെസ്, ഇത് തന്നെ. സംശയം കൊണ്ട് ചോദിച്ചതാണ്. അതികഠിനമായ മലമ്പാതകളിൽ കൂടെയുള്ള യാത്രയാണ്. കയറ്റം. പുള്ളി ചോദിച്ചു ഓട്ടോമാറ്റിക് ആണോ മാനുവലാണോ? മാനുവലാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് പോയിക്കോളാനാവുന്നത്. കേസ് 17 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഗട്ടർ നിറഞ്ഞ ഈ കയറ്റമാണ്. ശരിക്കും ഹിമാലയൻ മലനിരകൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നോക്കി കഴിഞ്ഞാൽ കിഴക്കാൻ തൂക്കായ വലിയ കൊക്കയാണ് താഴെ കാണുന്നത്. ഒരാളിവിടെ വലിച്ച് പിടിച്ച് മസിൽ പിടിച്ചിരിക്കുകയാണ് താഴത്തെ കൊക്കയൊക്കെ കണ്ടിട്ട്. അതെ അതെ അതെ, ഇടത്തോട്ടൊന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഒരു ഇല്ലല്ലോ എനിക്ക് പേടിയാന്ന് പറഞ്ഞിരിക്കുക. അതെ, വളവും പുളവും ഗട്ടറും കുത്തുകയറ്റും പോരളിയാ. ലിവിങ് ലീവ്സ് കഫേ നോർത്ത് ടക്വാരിറ്റോ. ഓ ഗോഡ്, നീണ്ട കുറേ ഓട്ടത്തിന് ശേഷം ചെറിയൊരു കട കണ്ടു താഴെ അല്ലേ. അവരുടെ എല്ലാം ലുലുമാളല്ലേ അതാ. ടക്വീർ 8 കിലോമീറ്റർ, 8.8 കിലോമീറ്റർ. ടക്വീറൊക്കെ എന്താ, അത് കഴിഞ്ഞ് എന്ത് ആശ്വാസം, റോഡ് ടാറിങ്ങായി. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ശുഭാപ്തി വിശ്വാസത്തോടെയല്ലേ ഇവിടെ വരെ എത്തിയത്. ചൈന ബോർഡർ പോകാമെന്ന് നമ്മൾ നടക്കാഞ്ഞിട്ട് മനസ്സിടിയാതെ വീണ്ടും അടുത്ത യാത്ര തുടങ്ങിയില്ലേ. അതെ, അപ്പോൾ നമുക്ക് ആ ഭൂട്ടാൻ സെക്ഷൻ ഒന്ന് എടുത്താലോ? ഇപ്പോൾ ബോറടിച്ചിരിക്കുക, എന്നാലും ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് ഒരു മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ടൊരു സുഖമില്ല. ഈ റോഡ് വന്നപ്പോൾ ഞാൻ ആലോചിക്കുക, നമ്മൾ ഒരിക്കലും വന്നിട്ടില്ലാത്ത, ഇനി ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ചില യാത്രകളും ചില വഴികളും ഉണ്ടല്ലോ. അതാണിത്. കാലം കാത്തുവെച്ച അനുഭവങ്ങൾ. അങ്ങനെ വലിയ ദുരിതപൂർണമായതൊന്നുമല്ല, രസമുണ്ട്. താഴോട്ടിറങ്ങുന്ന വഴിയാണോ അത്? എൻ്റെ അമ്മ. हेलो हेलो हेलो, स्कूल से आ रहे हैं? किधर है स्कूल? वेयर इज योर स्कूल? हाँ, ओके. व्हाट्स योर नेम? My name is Nishan. जिशान. वाओ, टाटा. Hey, great. Mahindra Thar.
3 നിലയ്ക്ക് ഒരു വീട് പണിതേക്കുന്നു. അടിയുന്നുണ്ടല്ലേ? അയ്യോ, ടാറ്റാ, ബൈ ബൈ. എടാ സിപ്പൊക്കെ കഴിച്ചത് പോടാ, അവരുടെ കൂടെ ചെല്ലടാ. ഇൻവേർട്ടർ. ഓ, അപ്പോൾ ഇനി മിക്കവാറും മഹീന്ദ്രയുടെ റൂട്ടായിരിക്കും കേട്ടോ. നമ്മൾ മഹീന്ദ്ര. ഓക്കെ, ഡ്രൈവ് സ്ലോ സ്കൂൾ എഹാഡ്. അതെ അതെ കേട്ടോ, ചെറിയ പിള്ളേർ. स्कूल हैट. टाटा बोलो लड़की लोग, लड़का लोग. ഓ, ഇത് മേരിക്കുട്ടി ടീച്ചറാണ്. ഇത് നയിക്കുന്നത് കേട്ടോ, സ്കൂട്ടറല്ലേ. ലിവിങ് ലീവ്സ് കഫേ. കുറച്ച് പിള്ളേരൊക്കെ ചെറിയ ബസ്സുകൾക്ക് പോകുന്നു, പിള്ളേരൊക്കെ നടന്നു പോകുന്നു. നോക്കി, ഒരു കുഞ്ഞൻ തന്നെ പോകുന്നു. നോക്കി, അവനാരും കൂട്ടില്ലേ. ആ, ഹായ് ബായ്. കണ്ടോ? ഇതാണ് സ്കൂളല്ലേ? അതോ അത് ഫാക്ടറി? ആ, പുറകെ കണ്ട, ഇത് ഫാക്ടറി കണ്ടല്ലേ? ഓ, സമയം 3:15, 3 മണി വരെ എന്ന് തോന്നുന്നു സ്കൂള്. ഹായ് 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 ബൈ. Nice to meet you. Bye bye. Blogging. Subscribe, okay. I will subscribe. Okay, thank you. Surprise. I will subscribe എന്നാ പറഞ്ഞത്. സർപ്രൈസ് എന്നാണ് പറഞ്ഞത്. നമ്മളെ ഇതൊക്കെ സേബി എന്നൊക്കെ പറയുന്നു. ഞാൻ ആ കൊക്കയുടെ സൈഡിൽ കൂടെ നല്ല ഉറക്കത്തിലാണ് വന്നത്. ഇതുവരെ വന്നപ്പോൾ ഉണർന്നത്. ആളുകൾ ഇരിക്കുന്നു, ആളുകൾ നടക്കുന്നു, കുട്ടികൾ ടാറ്റ തരുന്നു. आराध्या, थोड़ा आगे आ जाओ. ഇച്ചിരി പുറമോട്ട് പോകാം. നല്ല വീതിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ ബസ്. താങ്ക് യു, ശുക്രിയ. ആലോചിച്ച് നിൽക്കാതെ മാവിനിട്ട് എറിയുന്നതിനെ പറ്റി പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുക. ടാറ്റാ. ഇന്നോവ സൈഡ് കറോ. എല്ലാവരും ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു മയക്കത്തിലല്ലേ? ഇപ്പം മയക്കമൊക്കെ മാറിക്കുള്ളൂ, എല്ലാം കൂടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ. സ്കൂൾ വിട്ട് പിള്ളേരെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോൾ. ഓക്കെ, താങ്ക് യു. ഓ, ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അങ്ങോട്ടും കൊക്കാം, ഇത് ഇങ്ങോട്ടും കൊക്കാം. അതുകൊണ്ട് താഴോട്ട് നോക്കിയാൽ എൻ്റെ അമ്മോ, താഴത്തെ താഴ്ച ഉണ്ട്. അവിടെ കടയൊക്കെ വെച്ചേക്ക് നോക്കിയാൽ, മുട്ടുകാലൊക്കെ കൊടുത്ത് വീടൊക്കെ നോക്കിയാൽ നല്ല രസം.
പ്രൈവറ്റായിട്ടുള്ള വാനുകളായിരിക്കും. ഓ, ഹെൽമെറ്റൊക്കെ വെച്ചാൽ വണ്ടിക്കകത്ത് വരുന്ന കേട്ടോ. ഐ ലവ് സിംഗ്ല. ഓ, ഇത് സ്ഥലം സിംഗ്ലയാണ്. ഓ, പഴയ ആ ടൗൺ ഇപ്പോഴും അവിടെ കാണുന്നേ ഉള്ളൂ കേട്ടോ. താഴെ എന്നാ താഴെ പഴയ ആ ടൗണ് ആണെന്ന് തോന്നുന്നു. മുമ്പേ അങ്ങ് താഴെ കാണുന്ന ആ ടൗൺ വഴിയാണ് വന്നത് കേട്ടോ. ആ കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജൊക്കെ അവിടെ നിൽപ്പുണ്ട് ഉണ്ടോ അങ്ങ് ദൂരെ. ഡ്രോൺ ഇവിടുന്ന് വിട്ടാൽ വേണേൽ അവിടെ വരെ പോയിട്ട് വരും. നല്ല ഭംഗിയുള്ള സ്ഥലം. 2 സൈഡിലും സ്റ്റീപ്പാണേ. ഇടത്തോട്ടും കുഴി വലത്തോട്ടും കുഴി. അതിൻ്റെ അതായത് ഒരു മലയുടെ തുഞ്ചത്തൂടെയാണ് പോകുന്നത്. നമ്മുടെ ഇല്ലിക്കലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നരകപാത എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്കുണ്ട്, ഒരു പോയിന്റിലേക്ക് പോകാനായിട്ട്, നടന്നു പോകാനായിട്ടേ. എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ടോപ്പ് വഴിയാണ് പോകുന്നത് ഈ മലയുടെ. അപ്പോൾ എന്തായാലും ഇത് നന്നായി ഈ റൂട്ട് വന്നത്. ഞാൻ പറയാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. അജോ അജോ ഓ, ഫുൾ. ഓ, അത് സ്ഥിരമായിട്ട് അവിടെ പാർക്ക് ചെയ്തിരിക്കുക. വാവ്. ഓ, ടാക്സിക്കാരൻ പറഞ്ഞത് ഒരു കാര്യം വളരെ കറക്റ്റായിരുന്നു. ഫസ്റ്റിൽ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. ചിലപ്പോൾ യുമ ഒരു ചായ കുടിക്കാനോ കറക്റ്റ്. എല്ലാവരുടെയും ഹെയർ ഭയങ്കര സിൽക്കി ആയിട്ടുള്ള സോഫ്റ്റ് ആ ടൈപ്പ് ഹെയർ അല്ലേ? ഈ ലോകത്തിൻ്റെ ഓരോ ഭൂപ്രകൃതി, ഓരോ സ്ഥലത്ത് ഇവിടെ എല്ലാം മനുഷ്യർ ഇതിനെല്ലാം അതിജീവിച്ച് മനുഷ്യർ ജീവിക്കുന്നല്ലോ എന്നാണ്. നമുക്ക് ആ സൈഡിൽ ഒതുക്കാം. എവിടെയും പോകുമല്ലോ, രണ്ട് വണ്ടി ഒരുമിച്ച് പോകുന്നൊരു വീതി വളരെ കുറവാണ്. യെസ്, as he is an expert driver, he stopped there at the very exact point where 2 vehicles can pass by. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. അതെ, ആ. ഒരു സ്റ്റീപ്പ് റോഡ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു കുന്നിൻ ചെരുവിൽ വന്ന് വണ്ടി നിർത്തി. ഇടയില്ലാത്തതുകൊണ്ടാണ് സൈഡിലോട്ട് ഇങ്ങനെ കയറ്റിയിട്ടേക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത നേരെ അങ്ങോട്ടും കുഴി, നേരെ ഇതാ ഇങ്ങോട്ടും കുഴിയാണ്. ഇതുണ്ടോ, നമ്മൾ മുമ്പത്തെ ലാസ്റ്റ് ഡ്രോൺ ഷോട്ട് എടുത്ത സ്ഥലമാണ് കാണുന്നത്, ആ താഴെ കാണുന്നത്. ഓ, ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു ഡ്രോണൊന്ന് വിട്ട് നോക്കാം. വാവ്, അവിടെ ഒരു ടൗൺ. നമ്മൾ ആ ടൗൺ വഴിയാണ് വന്നത്. നമ്മൾ മുമ്പേ കയറിയ കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജാണ് ആ കാണുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ റോഡ് പാസ് ചെയ്യുന്നിടത്താണ് നമ്മൾ
താറ് നിർത്തിയിട്ട് ഡ്രോൺ ഷൂട്ട് ഇങ്ങോട്ട് എടുത്തത്. ഇവിടെ കണ്ടോ ഇങ്ങനെ കുറേ കടകളും അതും ഇതുമൊക്കെ. चाय है? चाय मिलेगा? मिल्क टी कितना सर? एक और 2 दे दो 2. नहीं तो क्या बना? मोमोज रेडी है? वेज रेडी है, ये चिकन नॉन वेज चिकन कौन सा चिकन? चिकन बन रहा है अभी. ओ चिकन मोमोज है. ചിക്കൻ മോമോസ്. നമ്മുടെയൊക്കെ ചായക്കടയിൽ ബോണ്ടായും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതാ ഇവിടെ മോമോസാണ്, ചിക്കൻ മോമോസ്. പച്ചക്കറികളൊക്കെ വയ്ക്കാൻ വെച്ചേക്കുന്നു. ഒരു പ്രത്യേക ഗ്രാമപ്രദേശമുണ്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ വന്നു പെട്ടിരിക്കുന്നത്. മീൻസ് വന്നു പെട്ടതല്ല, വന്നു പോകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. വാവ്, തേയിലത്തോട്ടത്തിൽ കൂടെ ആ താഴെ വരെ പോകുന്നതുണ്ടോ? ഇങ്ങനെ പോയി താഴെ കണ്ടോ നദി, നമ്മുടെ ടീസ്റ്റ നദിയാണ്, ഹിമാലയത്തിൽ നിന്ന് വരുന്ന റിവറാണ് അത്. ഓ അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ചെറിയൊരു. നമ്മൾ സിക്കിമിൽ നിന്ന് ഡാർജിലിംഗ് പോകുന്ന വഴിക്ക് ഒരു കുറച്ച് വഴി ആക്സിഡൻ്റലി തെറ്റിപ്പോയി ഗൂഗിൾ മാപ്പ് കയറ്റി കൊണ്ടുവന്ന. പക്ഷേ ഇതുപോലൊരു വില്ലേജ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചില്ല. ഇതുകൊണ്ട് കടകളെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുന്ന ചെറിയ കടകൾ, അവരുടെ വീടും എല്ലാം ചേർന്ന് ഒരുമിച്ചാണ്. ഒരു തേയിലത്തോട്ടത്തിനടുക്ക് ഒരു കുന്നിൻ മുകളിൽ. നമ്മുടെയൊക്കെ നാട്ടിൽ പഴംപൊരി ബോണ്ട എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഡിഷ് മോമോസാണ്. മോമോസും ചായയും. പഞ്ചസാര ഇട്ടായിരുന്നോ? ഇതുകൊണ്ട് നല്ല മോമോസാണ് അല്ലേ? വാവ്, നല്ല ഡാർജിലിംഗ് ടീയും കുടിച്ച് ഞങ്ങളെ കുന്നിൻ്റെ മുകളിൽ ഇരിക്കുക. ഹായ്. ഇവിടെ ഇങ്ങനെ നല്ല ഹൈറ്റിലിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇവിടെ നിന്ന് താഴോട്ട് സ്റ്റീപ്പാണ്, അപ്പുറത്ത് ആ കടയുടെ പുറകെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴോട്ട് സ്റ്റീപ്പാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ജിയോഗ്രഫി കണ്ട് ആ കടയിലെ ബയോട് ചോദിച്ചു. ഇവിടെ നല്ലപോലെ കാറ്റടിക്കുവാന്നേ. പിന്നെ കാറ്റടിക്കുമെന്ന് 1 മാസം മുമ്പ് ഇവിടെ കാറ്റടിച്ചിട്ട് ഇതുണ്ടോ, ഈ കടയുടെ മുഴുവൻ റൂഫും എടുത്ത് പറത്തി കളഞ്ഞാണ്. ഇപ്പോൾ അവരിട്ടതാണ്. ഉണ്ട് ഈ പപ്പായ ഉണ്ട്, ഈ പപ്പായയുടെ ടോപ്പ് ഈ കഴിഞ്ഞ 1 മാസം മുമ്പുണ്ടായ കാറ്റത്ത് ഒടിഞ്ഞു പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഭയങ്കരമായ കാറ്റായിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ ഇതുണ്ടോ, ഈ നിൽക്കുന്ന അവക്കാട കേട്ടോ, നമ്മളൊക്കെ കടകളിൽ മാത്രം കാണുന്ന. നമ്മുടെ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട്, വളരെ വിരളമാണ്. വിറകൊക്കെ ചുമന്നവർ വരുന്നു. वो सब इधर का है और दुकान से लेके आ रहे हैं? ये दुकान से. हाँ हाँ. ഇവർ സാധനങ്ങളെല്ലാം ചുമന്നുകൊണ്ട്, ഈ ഹിമാലയൻ മൗണ്ടൻസിലെ ഒരു പ്രത്യേകതയാണ് ഇവർ ഈ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇത് വളരെ എളുപ്പമായത്. രണ്ട് വണ്ടി കഷ്ടിച്ച് പോകാനുള്ള വഴിയേ ഉള്ളൂ. ഇതേ റോഡിൽ കൂടെ നമ്മൾ ഇനി ഒരു 17-16 കിലോമീറ്റർ പോകേണ്ടത്. നോ ഇഷ്യൂസ്. ബട്ട് ഇതേപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ പ്രതീക്ഷിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ ഡാർജിലിംഗ് എത്തും. തികച്ചും അവിസ്മരണീയമായ ഒരു യാത്രയാണിത്. നാരോ പാത്ത്, ഒറ്റ വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന റോഡ്, കുത്തുകയറ്റം. ഒരു സൈഡിൽ നിന്ന് വണ്ടി വന്നാൽ റിവേഴ്സൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തേ കയറി പോകാൻ പറ്റുള്ളൂ.
റിയലി അഡ്വഞ്ചറസ്. ഗേസ് 4 വീലിട്ടാണ് വണ്ടി പോകുന്നത്. ഡാർജിലിംഗ് ഞങ്ങൾക്കായി കാത്തുവെച്ച അതിമനോഹരമായ ഒരു യാത്ര. ഹായ്, ഞങ്ങളെവിടെ എത്തി നിൽക്കുന്നു? അതെ, പള്ളിയാണോ ചർച്ചാണോ? നമ്മുടെ അവിടുത്തെ ആ പള്ളി പോലെ പട്ടുമല പള്ളി പോലെ. അതെ അതെ അതെ. പക്ഷെ പള്ളിയാണോന്ന് അറിയില്ല. बहुत सुंदर है आपका गाँव भाई लोग. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് കണ്ടോ? പിള്ളേർ കുത്തി വരച്ച ഇതിനേക്കാളും വൃത്തിയുണ്ട്. കണ്ടോ റോഡ് കണ്ടോ? ഇവിടെ എന്തോ ഇങ്ങനെ മൈക്ക് വേല വെക്കുന്ന എന്താണ് ഒരു ഒച്ചത്തിൽ പറയാം. मंदिर मंदिर बोलता है, मंदिर इसको. ഇപ്പോൾ നമ്മുടെ വണ്ടി പറയാം, താറ് പറയാം, മര്യാദയ്ക്ക് കേക്കറോടെ കോട്ടയം മുണ്ടൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഹിമാലയം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെന്നോട് ഇത് ചെയ്തു? എന്തൊരു വിധി ഇത്! വണ്ടി പാടുമായിരിക്കും ഇപ്പോൾ. എല്ലാടെ റിയൽ ലെജൻഡ്. ഓക്കെ. ഓ, ഓ, ഒന്ന് താഴെ വന്നാൽ ഉയ്യോ അത് പോകത്തില്ല കേട്ടോ. ജയക നൈ ജയക. ഹിമാലയൻ. ഇവിടുന്ന് ഇതുവഴി എന്നും പോകുന്നവരല്ല, വല്ലപ്പോഴും വരുന്ന നമ്മളെ സമ്മതിക്കണ്ടേ. എന്നും പോകുന്നവരെ സംബന്ധിച്ച് എങ്ങോട്ടാണ് നിൽക്കുന്നത്? എന്നും പോകുന്നവരെ സംബന്ധിച്ചേ വളരെ ഈസിയാണ്. ചേച്ചിമാർക്കൊക്കെ അതെ, ചേച്ചിമാർക്കൊക്കെ ചുമ്മാ ഇരുന്ന് കൊള്ളുന്നെടുത്താൽ മതി. അജാ അജാ അജോ. ഓ, അപ്പോൾ ടീസ്റ്റായിന്ന് പോകുന്നതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഓടിയിട്ടില്ല. ശരിക്കും ക്ഷീണിച്ചു. അടുത്ത ടേൺ നോക്കിക്കണേ. 360 ഡിഗ്രി നടന്നു നോക്കേണ്ട വരും. അതേ പോന്നു. ആ പോട്ടെ പോട്ടെ, വട്ട ഓടിയട്ടെ. ആ പോട്ടെ 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 പോട്ടെ. യെസ്. അമ്മേ, 10 കിലോമീറ്റർ ഓടായിരുന്നു, ഇതിനേക്കാളും ഭേദമായിരുന്നു.
ഇനി അടുത്ത വളവ് നോക്കാം. അടുത്ത വളവ് എടുത്തോണേ. ഈ വളവ് നോക്കിയോ ഗേസ്, നോക്കിയോ. ഗൂഗിൾ മാപ്പിനകത്ത് കാണാൻ പോണ റാ പോലൊരു ഇതൊക്കെ ആക്റ്റീവ് ട്രാക്കിംഗ് ഇട്ട് താറ വിടേണ്ട ഡ്രോണേ. നമ്മൾ കയറുന്ന കയറ്റം അറിയണമെങ്കിൽ ഒരു U-turn. എന്റെ കർത്താവേ. ഓ എൻ്റെ അമ്മേ. പെട്ടു ഗൈസ്, പെട്ടു. എൻ്റെ അമ്മോ, ഈ ഷോട്ട് വിടല്ലേ, എടുത്തോണേ. അതിസാഹസികമാണ്. ഞാൻ അവിടെ കൊണ്ടു വെച്ചിട്ട് ഈ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് പിന്നെ ഗ്യാപ്പ് ഉണ്ടാക്കി ഞാൻ ലെഫ്റ്റ് ഒടിഞ്ഞ് മുന്നോട്ട് കാല് വെച്ച് കരണം മറിഞ്ഞ് പോട്ടെ, ആ ചേട്ടൻ ലെഫ്റ്റ് നേരെ പോട്ടെ, അത് ഞാൻ ലെഫ്റ്റ് ഒടിഞ്ഞ് യെസ്, അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലെ ചേട്ടൻ വണ്ടി എടുത്ത് പോയി അങ്ങനെ. യെസ്, സിമ്പിൾ. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, അബദ്ധത്തിൽ പോലും ഞാനൊരു എക്സ്പേർട്ട് ഡ്രൈവറാന്നുള്ള ഒരു അവകാശവാദത്തിൽ പറയല്ല, പെർഫെക്റ്റ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഈ വഴിക്ക് വന്നു പോയെങ്കിൽ തിരിച്ചു വിട്ടണം. എൻ്റെ അമ്മോ, എന്റെ പൊന്നു ഗൈസ്, ഇപ്പൊ തീരുമെന്ന് വിചാരിക്കുന്നല്ലാതെ തീരുന്നില്ല. ചെറിയൊരു ജംഗ്ഷനും വഴികളും ഹിമാലയത്തിൻ്റെ മുകളിൽ വന്ന് ഞാൻ വേർക്കുവാണ് മോൻ. ഐ മൈ ഗോഡ്. കണ്ടോ എസ് വളവ്. യോ ഇത്രയും വണ്ടി ഭയങ്കര ട്രാഫിക്കില്. ഇത് വന്ന് ജംഗ്ഷൻ എത്താറായി കാണും. അതെ, ഇച്ചിരി ടൗൺ അടുത്തെന്ന് തോന്നുന്നു. 3 കിലോമീറ്ററല്ലേ ഉള്ളൂ ഇനി. അടുത്ത എസ് ഡാർജിലിംഗ് ആയി കേട്ടോ. ഇതിൻ്റെ മുകളിലും ട്രെയിനോ, മൈ ഗോഡ്. ഇതാണല്ലോ വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലുള്ള ട്രെയിൻ എന്ന് പറയുന്നത്. സർസൻ കോർഡ. എന്താ ചർച്ചാണോ മുകളിൽ? ഈ വഴി ഞങ്ങള് വന്ന വഴിയില് കൂടുതലും വഴി ടാക്സിക്കാർ മാത്രമാണ്, പ്രൈവറ്റ് വണ്ടികളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ആസാം വണ്ടി ഉണ്ടായിരുന്നു. ദൈവമേ, അവര് ആ കേറ്റൊക്കെ കയറാൻ ഇവിടുന്ന് പോകാൻ പൊക്കോളാൻ. മഴ അതിൻ്റെ കൂടെ
മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട്. ഓയ്യോ, നമ്മളിത് എങ്ങോട്ടാണോ യെസ് എത്തിയെന്ന് തോന്നുന്നു. എങ്ങോട്ടാ പോകണ്ടേ? ഇതുണ്ട് ജോർത്താങ് കണ്ടോ? നമ്മൾ കണ്ട ആ ലാസ്റ്റത്തെ ആ ടൗണാണ് ഈ ഇറക്കമ്പുഴ അവർ ഇറങ്ങി പോകാനുള്ള. ഏതോ അങ്ങ് കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജൊക്കെ കണ്ടില്ലേ? ജോർത്താങ് ടു ഡാർജിലിംഗ്. എൻ്റെ അമ്മോ, ഇവര് എന്നാ പറയണ്ടേ, നമ്മുടെ ടാക്സിക്കാരിലെ എക്സ്പേർട്സ് അല്ലേ, അവര് പതിയെ പോകുന്ന പരിപാടിയില്ല. സ്കൂൾ ബസ് ഡാർജിലിംഗ് മോണ്ടിസോറി. അക്രിക്കട. ഡാർജിലിംഗിന്റെ ഏതോ ഒരു കോണിലെത്തിയെന്ന് തോന്നുന്നു. ഡാർജിലിംഗ് എത്തി. ജാമായി തുടങ്ങിയിട്ടുണ്ടല്ലോ. റെഡ് ലൈറ്റ്. യെസ്, ഡാർജിലിങ്ങിൻ്റെ യഥാർത്ഥ മുഖത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. വാവ്, ഷേ, വാവ്, ഗ്രേറ്റ്. ആഫ്റ്റർ ഓൾ ദോസ് cut roads and difficulties, finally we reached out the heaven. It's none other than Darjeeling. ഇവിടെ അടുത്തെവിടെയോ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. വണ്ടികൾ കിടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡ്. പോലീസ് പോസ്റ്റാ. RTO. ഓ, എല്ലാം രജിസ്ട്രേഷൻ ഒന്ന് കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ. എല്ലാം ബ്രാൻഡ് ന്യൂ വണ്ടികളാണ്. രജിസ്ട്രേഷൻ RTO ഒന്ന് കിടക്കുന്നതാണ്. ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ ഒരു ഉള്ള വണ്ടികളൊക്കെ എടുത്ത് സ്ക്രാപ്പാക്കി തൂക്കിയിട്ട് ഈ ഇട ഇത്രയും കളയണോ? ഇത്ര വർഷങ്ങൾക്ക് ശേഷമേ അങ്ങനെ ചെയ്യാവുള്ളതുണ്ടല്ലോ. ഇത്ര വർഷങ്ങൾക്ക് ശേഷമേ അങ്ങനെ എടുത്ത് കളയാവുന്നുള്ളൊരു നിയമം ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, നല്ല എവിടെയെങ്കിലും കൊണ്ട് വേറെ ഇടയുള്ളിടത്തെ ഡംപ് ചെയ്യുവാണെങ്കിൽ. ചിറാപ്പുഞ്ചി ഇവിടെ അടുത്താണല്ലോ. മഴ നിൽക്കാതെ പെയ്യല്ലേ. തണുപ്പും അതിൻ്റെ മുകളിൽ മഴയും. നമ്മളെ എല്ലാ മൗണ്ടൻസും വെൽക്കം ചെയ്യുന്ന മഴയോടുകൂടിയാണ്. സിക്കിമിൽ ചെന്നിറങ്ങിയ രാത്രി തകർത്തൊരു മഴയായിരുന്നു. ബ്ലേഡ് മാറാറായി, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളൊരു റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഡാർജിലിങ്ങിൽ. ഡാർജിലിംഗ് വന്നിട്ട് ഒരു നമ്മൾ സെർച്ച് ചെയ്യുന്ന സ്ഥലം ഒരു 500 മീറ്റർ അഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക വേണ്ട, വണ്ടി അങ്ങോട്ട്
500 മീറ്റർ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ പോകുന്ന പോലെ ആയിരിക്കും. സോ ഞങ്ങളിപ്പം ഒരു 700 മീറ്റർ കൂടെ ചെന്നാലേ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തുകയുള്ളൂ. അതിസാഹസികമായ, അതായത് 2 വണ്ടിയുടെ വിട്ട് മെഷർമെൻ്റ് എടുത്തിട്ട് വരച്ച് കഴിഞ്ഞാൽ കൃത്യം എന്താണോ അതിനിടയിൽ കൂടെ ഒരു എയർ പോകാനുള്ള ഗ്യാപ്പ് കാണും. കഷ്ടിച്ച് പറഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ പോന്നിടം വരെ ഇത് തൊടുകയില്ല. രണ്ട് വണ്ടി ഒരാളും വന്നു കഴിഞ്ഞാൽ ആളൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ മാത്രമേ 2 വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. റോഡിന് നടുക്കൂടാണ് ആൾക്കാർ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓൺ അടിക്കുമ്പോഴത്തേക്കും നമ്മളെന്തോ അന്യഗ്രഹ ജീവികളെ പോലെ അവർ നോക്കുന്നത്. നിങ്ങളൊക്കെ അതല്ല, നിങ്ങളൊക്കെ ഈ റോഡെയാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത്. അതെ, സിനിമ ചെയ്യുന്നത് റോട്ടിൽ കൂടെ ആണല്ലോ സൈക്കിൾ ഓടിക്കുന്നത്. എല്ലാ ഹോട്ടലും ഫുള്ളി ബുക്ക്ഡാ. അതെ അതെ. വി ആർ ഓൺ ദ ലാസ്റ്റ് മിനിറ്റ്. ഇനി ഞങ്ങൾ വണ്ടിക്കകത്ത് റൂം അറേഞ്ച് ചെയ്യുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. കമ്പയർ ചെയ്യാൻ പറ്റിയല്ല. ഫീൽ ഉണ്ടാകും, പക്ഷേ ജിയോഗ്രഫി വേറെയാണ്, സിറ്റുവേഷൻസ് വേറെയാണ്. നമ്മൾ റൂംസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല അമ്യൂണിറ്റീസ് ചെക്ക് ചെയ്യുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ്, AC, വൈഫൈ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നോക്കേണ്ട ഒരേ ഒരു കാര്യം പാർക്കിങ്ങാണ്. പാർക്കിങ്ങും ഹോട്ട് വാട്ടറും. മിക്കവാറും ഇതിനൊക്കെ ഹോട്ട് വാട്ടർ അഡീഷണൽ എക്സ്ട്രാ പേ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓഹോ. ആ ചേച്ചി ഒന്ന് പോയാലേ നമുക്ക് മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അവർ പോയി നമ്മൾ മുന്നോട്ട് എടുക്കുന്നു. ഇതാ പറഞ്ഞത്, 2 വണ്ടി ആളും വന്നു കഴിഞ്ഞാൽ ആൾ മാറി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കാണ് വീതി. അതേപോലെ ആ ചേട്ടൻ എന്തോ പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ച് പോവാം കേട്ടോ. വണ്ടി ഓടിക്കേണ്ട സ്ഥലത്തെല്ലാം ആൾക്കാർ നടക്കും. അവിടെ നടക്കാനുള്ളൊരു വഴി ഇട്ടിട്ടുണ്ട്. അല്ല, അവിടെ തിരക്കാ. അവിടെ ഫുൾ ആളായി, അതുകൊണ്ടാ റോട്ടിൽ കൂടെ നടക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ Slight left, then you will arrive at your destination. മസ്കാറ്റൽ. ഇത് വേറെ മസ്കാറ്റലാണ്. മസ്കാറ്റൽ സ്പ്രിംഗ് ബേൺ എന്ന് പറഞ്ഞ സംഭവം നമ്മളായിരുന്നു. ഇത് മസ്കാറ്റൽ ഫേമ ഉണ്ട്. നമ്മളെടുത്തത് മസ്കാറ്റൽ ഏതായിരുന്നു? ഉണ്ട്. അതിൻ്റെ പേരൊന്നും ചോദിക്കും. മസ്കാറ്റൽ. ഹായ് ഗേസ്, ഞങ്ങൾ ഡാർജിലിങ്ങിൽ റൂം ബുക്ക് ചെയ്തേ. പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് 12 മിനിറ്റ്സേ ഉള്ളായിരുന്നു. ഏതാണ്ട് 800 മീറ്റേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേനുമാണ് ഇവിടെ ഉണ്ടല്ലോ നെറ്റ്വർക്ക് പോലും. ഈ കൈ ഇങ്ങനെ പോയേക്കുന്നുണ്ടോ, ഇങ്ങനെ റോഡുകൾ പോയേക്കുന്നത്. ഒരു റോഡിൽ നിന്ന് വഴി തെറ്റിയാൽ പിന്നെ ഒരു 3 കിലോമീറ്ററാണ്. 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഓടണം. അപ്പം ഞാനിങ്ങനെ നമ്മുടെ പപ്പു മറ്റേ ഇതിനകത്ത് പടത്തിനകത്ത് റോഡ് റോളർ ഓടിക്കുന്ന പോലെ വെള്ളാനകളെ നാട്ടിനകത്ത് ഒന്നിടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴി തെറ്റി. ജസ്റ്റ് 12 മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് ഇപ്പോൾ 5 കിലോമീറ്റർ 34 മിനിറ്റ്. വീണ്ടും സാഹസികം തുടർന്നുകൊണ്ടിരിക്കുക. റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഡാർജിലിംഗ് ഈസ് അമേസിങ് ഗൈസ്.
റൂമൊക്കെ ഫുള്ളാ, എല്ലായിടത്തും ഫുള്ളാ. പിന്നെ ഇനിയിപ്പോ ഒന്നും നോക്കാൻ പറ്റില്ല. പാർക്കിംഗ് ഉള്ളിടത്ത് ബുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു. അതെ, നമ്മുടെ ടോയ് ട്രെയിനിന്റെ ട്രാക്ക് കാണുന്നുണ്ട് കേട്ടോ. ടോയ് ട്രെയിൻസ് വല്ലതും വരുന്നുണ്ടെങ്കിൽ അന്നേരം ക്യാപ്ചർ ചെയ്തോണം. ഇപ്പോൾ ഇതേ നമ്മൾ തൊട്ട് മേളിലാണ് പോകേണ്ടത്. നമ്മളിനി ദൂരം പോയി കറങ്ങി വരണം. ഇപ്പം ഈ റോഡുണ്ട്, ഇത് നാഷണൽ ഹൈവേ ആണെന്ന് ഓർക്കണം. ഒരു വണ്ടി കഷ്ടിച്ച് പോകാനുള്ള വഴിയെ നമ്മുടെ നാഷണൽ ഹൈവേ എന്നാണ് ഇതിന് പറയുക ഇവിടെ. കാരണം സിറ്റുവേഷൻ അതാണ്, ഇതിൻ്റെ ജോഗ്രഫി അതാണ്. ഇത്ര സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടൻസിൽ ഇത്ര റോഡുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ആരെയും പറയേണ്ട കാര്യമില്ല. നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന അഭിപ്രായങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ടാക്സിക്ക് വരുന്ന അയ്യോ, വണ്ടി ഒന്നും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനക്കില്ല. നാളെ പോകാൻ നേരത്ത് നേരെ ഗൂഗിൾ മാപ്പ് ഇടുക, സിലിഗുരി, ഒറ്റ പോക്ക്, വേറെ ഒന്നുമില്ല. ഒരു ചായ കുടിക്കാൻ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങുന്ന പരിപാടിയൊന്നുമില്ല. ഇത് കണ്ടോളൂ. യെസ്, ഇങ്ങോട്ട് നോക്കൂ, സൂക്ഷിച്ച് നോക്കിക്കോളൂ. 4.9 കിലോമീറ്റേഴ്സ്, 34 മിനിറ്റ്. തൊട്ട് മുകളിലായിരുന്നു, ഒന്ന് വഴി തെറ്റിപ്പോയതാണ്. ഇതുണ്ടോ? വാവ്, ആണോ ഞങ്ങൾക്ക് പോകേണ്ട വഴികൾ. റേസ് സെൻറ്റർ. ഇനി വഴി തെറ്റിയ ഈ വീണ്ടും ഇങ്ങനെ ചിലപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ തെറ്റാതെ. ട്രാഫിക് കൺജഷൻ കണ്ടോ ഫ്രണ്ടിൽ? എനിവേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ജസ്റ്റ് മൊമെൻറ്റ്സ് ഷെയർ ചെയ്തെന്നുള്ളതേ, നെഗറ്റീവായിട്ട് പറഞ്ഞല്ല. ഓരോ സ്ഥലങ്ങളിലും ചെന്ന് കഴിയുമ്പം നമ്മുടെ ലൈവ് എക്സ്പീരിയൻസസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. പ്രതിസന്ധികളൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമ്മളത് എല്ലാം അതിജീവിച്ച് അതിനെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്രയും വന്നാൽ ഇത്രയും ബുദ്ധിമുട്ടിയ ഒരു ടൗൺ ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് ഒരു രക്ഷയില്ല. വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒഴുകില്ല, അത് തപ്പിപ്പോയി 1 മണിക്കൂർ പോയി വണ്ടി ഒന്ന് ഒതുക്കാനായിട്ട്. അല്ല, കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലായിപ്പോയി. അങ്ങനത്തെ സിറ്റുവേഷനിലായിപ്പോയി. അത് ഈ ചെറിയ ചാറ്റം മഴയും എല്ലാം കൂടെ വന്നത് ഈ വഴി കൂടെ നടക്കുന്നവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര. ടോയ് ട്രെയിൻ വരുന്നു ഗേസ്. അതിന്റെ ഇത് മാത്രമേ ഉള്ളൂ, ബോഗിയില്ല, എഞ്ചിൻ മാത്രമേ ഉള്ളൂ, ഡ്രൈവർ ഇത് മാത്രമേ ഉള്ളൂ. ഓ, ഇതാണ് കേട്ടോ സ്റ്റേഷൻ. ഇതതിൻ്റെ ഒരു സ്റ്റേഷനാണേ. വാവ്, കണ്ടോ അതിൻ്റെ സ്റ്റേഷൻസ്. വാവ്, അതിൻ്റെ സർവീസ്, മെയിൻ്റനൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സ്റ്റേഷൻ അല്ല അത്. ഇതാ റെയിൽവേ, ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ. ഇതാ സ്റ്റേഷൻ. ഇതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റേഷനെ.
Okay. So I think we can take the ticket from here directly tomorrow. If it's not available, don't know. ട്രാഫിക്കിനൊക്കെ പോലീസുകാർക്കൊക്കെ പ്രാന്തായി. ടോയ് ട്രെയിൻ ജേണി ഒക്കെ കഴിഞ്ഞ് വന്നേക്കുന്ന ആൾക്കാരെ കണ്ടോ? ടോയ് ട്രെയിൻ കഫേ. ഓ, ടോയ് ട്രെയിൻ കഫേ ആണ് കേട്ടോ അത്. ആ സ്ട്രീറ്റ് ഫുഡ്സ് നോക്കിയാൽ നീന, നൂഡിൽസ്, എവിടെയെങ്കിലും പാർക്കിങ് ഉണ്ടായിരുന്നെങ്കിൽ we could have try the street foods from Darjeeling. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡാർജിലിങ്ങിൻ്റെ ഔട്ട്സ്കേർട്ടിലാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുള്ളത്. ഡാർജിലിംഗ് ടൗൺ ഈസ് സോ congested. Such a narrow streets. Both the sides tightly packed buildings. Not even a single space for even how the parking.